ആരെങ്കിലും കൊല്ലപ്പെടുമ്പോൾ സർവകക്ഷി യോഗം വിളിച്ച് ചില തീരുമാനങ്ങളെടുക്കും. പക്ഷെ ആ തീരുമാനങ്ങൾ കാര്യക്ഷമമായി നടപ്പിലാക്കാൻ വേണ്ടി സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ ജനദോഷം വളരെ കൂടുതലാണ് വയനാട്ടിൽ. കഴിഞ്ഞ മാർച്ചിൽ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിരുന്നു. വിദഗ്ധ നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തിയുള്ള മാസ്റ്റർ പ്ലാൻ ആയിരുന്നു. ആ മാസ്റ്റർ പ്ലാൻ ഇതുവരെയായിട്ടും നടപ്പിലാക്കാൻ ശ്രമിച്ചിട്ടില്ല. വൈത്തിരി പഞ്ചായത്തിൽ ജനങ്ങളുടെ സഹകരണത്തോടു കൂടിയിട്ട് അവിടെ ഇലക്ട്രിക് ഫെൻസിങ് ചെയ്തിട്ടുണ്ട്. അത് പരിപാലിക്കുന്ന മുഴുവൻ അവിടുത്തെ ജനങ്ങളാണ്. അത് ചേരോട് എസ്റ്റേറ്റ്, ചുണ്ടേൽ സെൻറ്റ് ജൂഡ് പള്ളി, കുരിശപ്പേട് ആശുപത്രി, പ്രദേശത്തെ റിസോർട്ടുകൾ, ഇവരെല്ലാം അതിൻ്റെ മെയിൻ്റനൻസ് നടത്തുന്നത്. അത് നല്ലൊരു മാതൃകയാണ്. പ്രാദേശികമായി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി ഈ ഫെൻസിങ് പോലുള്ള കാര്യങ്ങൾ തയ്യാറാക്കണം. അതിൻ്റെ തദ്ദേശ സ്ഥാപനങ്ങളും പ്രദേശവാസികളെല്ലാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അതിന് മെയിൻ്റെനൻസും നടത്തേണ്ടതാണ്. സാറിന് ഫെൻസ് ചെയ്ത് കഴിഞ്ഞാൽ 1-2 കൊല്ലം കഴിഞ്ഞാൽ അത് പിന്നെ പൊട്ടിപ്പോവുകയും ചെയ്യും. ആരും മെയിൻറ്റെയിൻ ചെയ്യാറില്ല. പുല്ലൊക്കെ ചുറ്റി വളർന്നുകൊണ്ട്. ഇപ്പൊ വന്യജീവി ആക്രമണം നടന്നു കഴിഞ്ഞാൽ വനംവകുപ്പും ജനങ്ങളും 2 വശത്താവുന്ന ഒരു സ്ഥിതിയാണുള്ളത്. ഏതെങ്കിലും പ്രദേശത്ത് വന്യജീവി ആക്രമണപ്പെട്ട് കഴിഞ്ഞാലോട് ഈ പ്രത്യേക ദൗത്യ സംഘം അവിടെ എത്തും. അപ്പോൾ വേറെ സ്ഥലത്തായിരിക്കും ആക്രമണം. ദിവസം പല സ്ഥലങ്ങളായിട്ട് ഇത് ഈ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലുള്ളത് ആകെ ഒരു ഇതുപോലത്തെ ദൗത്യ സംഘം മാത്രമേ കേരളത്തിലുള്ളൂ. അവർ കേരളത്തോടുനീളം റോഡ് നടക്കണം. അതുകൊണ്ട് തന്നെ അവരുടെ മേലുള്ള സ്ട്രെസ് വളരെ കൂടുതലാണ്. അവരുടെ കാര്യക്ഷമത വല്ലാതെ ബാധിക്കും. അത് പീച്ചിയിലെ കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെ ഗവേഷണ സ്ഥാപനങ്ങൾ വയനാട് വനങ്ങളിൽ നിന്ന് ആക്രമണ വന്യജീവികളെ കുറിച്ച് പഠിക്കാനും അവയെ നിരീക്ഷിക്കാനും അത് ഓരോന്ന് പ്രൊഫൈൽ ചെയ്യാനുള്ള സംവിധാനം നമുക്ക് ചെയ്യാവുന്നതുള്ളൂ. അതിലും ഗവൺമെൻറ് ശ്രദ്ധ വേണമെന്ന് ഞാൻ അവസരത്തിൽ പറയുകയാണ്. സർക്കാരിൻ്റെ കീഴിലുള്ള FIAയും അവർക്ക് ഇക്കാര്യങ്ങൾ ഇടപെടാവുന്നതാണ്. വന്യജീവിയും മനുഷ്യനും തമ്മിലുള്ള ഏറ്റുമുട്ടൽ വളരെ സങ്കീർണമായതുകൊണ്ട് ശാസ്ത്രീയമായ പഠനത്തിലൂടെ മാത്രമേ ഇത് പരിഹാരം കാണാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ARFL, AFR, FIA എന്നീ സ്ഥാപനങ്ങളുടെ സേവനം ഇതിനു വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. വെള്ളമുണ്ടോ? ഈ പല ഗവേഷണം നടത്തി പ്രബന്ധങ്ങൾ തയ്യാറായി കഴിഞ്ഞാൽ അതൊന്നും പിന്നെ പുറത്ത് കാണാറില്ല. അതിൽ അളമാറി തന്നെ സൂക്ഷിച്ചിരിക്കുകയാണ്. നിരവധി ഗവേഷണങ്ങളുണ്ട്. മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി ഞാൻ നേരത്തെ പറഞ്ഞു. 22 മാർച്ചിൽ തയ്യാറാക്കിയിട്ട് അതും നടപ്പിലാക്കിയിട്ടില്ല. വർക്കിംഗ് ഗ്രൂപ്പ് ഓൺ അഡ്രസ്സിംഗ് ഇഷ്യൂസ് റിലേറ്റഡ് ടു ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ് ഇൻ കേരള എന്ന റിപ്പോർട്ട് 2021 മാർച്ച് കേരള പ്ലാനിംഗ് ബോർഡിന് സമർപ്പിച്ചിട്ടുണ്ട്. കിടങ്ങുകൾ, സോളാർ വേലികൾ, തൂങ്ങി നിൽക്കുന്ന സോളാർ വേലികൾ, ബയോ ഫെൻസിങ്, റേഡിയോ കോളറിംഗ്, ഡ്രോൺ എന്നിവ സംരക്ഷണത്തിന് ആവശ്യമാണെന്ന് കാണിച്ചു. PK കേശവനും ബെന്നിച്ചൻ തോമസും എന്ന രണ്ടുപേരും മുമ്പത്തെ വനം വകുപ്പിലെ മേധാവികളായിരുന്നു. ഈ സ്വാഭാവിക വനം കുറയുന്നതാണ് ഇതിന് പ്രധാനപ്പെട്ട ഒരു കാരണം അവരെ പറയുന്നത്. ഏകദേശം 347 സ്ക്വയർ കിലോമീറ്ററാണ് വയനാട്ടിൽ പിന്നെ വനമുള്ളത്. അവിടെ പകുതിയിലധികം സ്ഥലങ്ങളിൽ തേക്ക്, യൂക്ലിപ്റ്റസ്, സെന്ന, മഞ്ഞക്കൊന്ന. ഈ മഞ്ഞക്കൊന്ന ഇവര് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ട് നഴ്സറിയിൽ വളർത്തിയിട്ടാണ് കാട്ടിൽ കൊണ്ടുപോയി നട്ടു വളർത്തിയത്. അത് മുറിച്ചു മാറ്റാൻ വേണ്ടി കോടികൾ ചെലവഴിച്ചുകൊണ്ടിരിക്കുക. അതിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ അത് മുറിക്കും തോറും കൂടുതൽ വളർന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ഇതിന്റെ ഒന്നും ഇല മൃഗങ്ങൾക്ക് ഭക്ഷ്യവസ്തുക്കളല്ല ഈ ഇനത്തിൽപ്പെട്ട. അപ്പൊ പകുതിയിലധികം വനമേഖല ഇതായതുകൊണ്ട് തന്നെ വന്യജീവികൾക്ക് ആവശ്യമായ ഫോഡർ അവിടെ ലഭ്യമല്ല. ഈ അധിവേശ സസ്യങ്ങളുടെ എന്താണ് അതിൻ്റെ ഒരു ഭവിഷ്യത്ത് എന്നുള്ള ശാസ്ത്രീയമായി കണ്ടെത്താൻ പോലും നമുക്ക് സാധിച്ചിട്ടില്ല. അത് വലിയൊരു വീഴ്ച തന്നെയാണ്. റേഡിയോ കോളർ നിരീക്ഷിക്കണം, ആന്റിന, റിസീവർ എന്നിവ പോലും വനംവകുപ്പിന്റെ കൽപ്പില്ല. വന്യജീവി വകുപ്പിന്റെ നിയമത്തിൽ ഫോറസ്റ്റ് ആക്ടിൽ 11(1)A പ്രകാരം മനുഷ്യന്റെ ജീവൻ അപകടകരമാകുന്ന വന്യജീവികൾ ഉണ്ടെങ്കിൽ അത് ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ
അവയെ വെടിവെച്ച് കൊല്ലാനുള്ള നിയമം നിലവിലിപ്പുണ്ട്. ആ ചാപ്റ്റർ 3 അത് വരുന്നത്. അപ്പൊ ഇത്രതരം വളരെ ഉപദ്രവകരമായ ജീവികളെ അങ്ങനെ ആവശ്യമായ ഘട്ടത്തിൽ ഈ വകുപ്പ് ഉപയോഗിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് ആര് ചുമതലപ്പെടുത്താം അതിനെ ഹണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ വളരെ ഉപദ്രവകാരികളായ, അതായത് മാൻ ഈറ്റേഴ്സായ ടൈഗേഴ്സും ആളെക്കൊല്ലികളായ ആനകളെയും ഇത്തരത്തിൽ വളരെ എന്താ പറയുക ഡേഞ്ചറസ് ആയിട്ടുള്ള ആനിമൽസിന് ആവശ്യം വന്നു കഴിഞ്ഞാൽ അവയെ വെടിവെച്ച് കൊല്ലാനുള്ള വകുപ്പ് ഇവിടെ ഓൾറെഡി ഉണ്ട്. ഇപ്പം ഈ കാട്ടുപന്നികൾ വെടിവെക്കാൻ വേണ്ടിയിട്ട് ഇപ്പം എന്താ പറയുക നിയമം കൊണ്ടുവന്നു. RDOക്ക് അധികാരം, കളക്ടർക്ക് അധികാരമുണ്ട്. അതുപോലെ തന്നെ CRCPയിലെ 113(1) വകുപ്പ് പ്രകാരം ഡേഞ്ചറസ് ആയിട്ടുള്ള ആനിമൽസിന് നിശ്ചയിക്കാനോ ഒതുക്കുവാനോ കളയാവുന്ന ഉത്തരവിടാൻ ജില്ലാ കളക്ടർ RDO എന്നിവർക്ക് അധികാരമുണ്ട്. കൂടാതെ കാട്ടുപന്നി വെടിവെച്ച് കൊല്ലാൻ വേണ്ടിയിട്ടുള്ള നിയമത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാരും സെക്രട്ടറിമാരും ഓണററി വൈൽഡ് ലൈഫ് വാർഡനായിട്ടാണ് വെച്ചിട്ടുള്ളത്. അവർക്കത് നിർദ്ദേശിക്കാം. നിയമത്തിൽ കുറവൊന്നുമില്ല, നിയമത്തിൽ അഭാവവുമല്ല. പക്ഷെ അത് കൃത്യമായി നടപ്പിലാക്കാനുള്ള താല്പര്യം കാണിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഇപ്പൊ തമിഴ്നാട്, കർണാടക അത് രണ്ടും വയനാടിന്റെ ബോർഡർ പ്രദേശങ്ങളാണ്. ഈ കാടുകളെല്ലാം തന്നെ അവരെല്ലാം തന്നെ ബന്ധപ്പെട്ടവരാണ്. ഇപ്പോൾ തോൽപ്പെട്ടി, മുത്തങ്ങ, ബന്ദിപ്പൂർ, മുതുമല, നാഗർഹോള, ഇതെല്ലാം കൂടി ഒരു ബെൽറ്റാണ്. അപ്പൊ അവിടെ നിന്നുള്ള മൃഗങ്ങൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. അതിന് കാരണം ഈ വേനൽക്കാലത്ത് കർണാടകയിലും തമിഴ്നാട്ടിലും ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡിസീഡിയസ് ഫോറസ്റ്റാണ്, ഇല കൊഴിയുന്ന ഫോറസ്റ്റാണത്. വയനാട്ടിൽ അത് സെമി ഡിസീഡിയസ് ആണ്. അവിടെ ഈ ഫോർഡർ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ നിന്നുള്ള പിന്നെ ആനകളെല്ലാം ഇങ്ങോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അവരും കൂടി ഉൾപ്പെടുത്തിയിട്ട് വേണം എങ്ങനെ ഇത് പരിഹരിക്കുക എന്നുള്ളത് കാണാൻ വേണ്ടിയിട്ട്. കഴിഞ്ഞ 36 വർഷത്തിൽ 118 ആൾക്കാരാണ് വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഇപ്പോൾ വയനാട്ടില് 157 കടുവകളുണ്ടെന്നാണ് പറയുന്നത്. ഒരു കടുവയ്ക്ക് സാധാരണ 25 സ്ക്വയർ കിലോമീറ്റർ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ വയനാട്ടിന് ഉൾക്കൊള്ളാൻ കൂടുതൽ ഉള്ള കടുവ വയനാട്ടിലുണ്ട്. ഇന്ത്യയിൽ തന്നെ അങ്ങനെ ഏറ്റവും കൂടുതൽ കടുവ സാന്ദ്രതയുള്ള പ്രദേശം വയനാടാണ്. അപ്പം അവിടെ ഈ കാപ്പി സീസണായിട്ട് കാപ്പി പറിക്കാൻ സാധിക്കുന്നില്ല. ഇപ്പം ഈ പാലിൻ്റെ അളവെടുക്കുന്ന സമയം മാറ്റി. അതുപോലെ ഈ ചക്ക മൂക്കുന്നതിന് മുമ്പ് തന്നെ കർഷകർ അതെല്ലാം പിന്നെ വെട്ടിയിടുകയാണ്. ആന വരുന്നുള്ള പേടിയുണ്ട്. അപ്പോൾ വല്ലാത്തൊരു ഭീതികരമായ അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അതുപോലെ കർണാടക പിന്നെ വനങ്ങളുടെ ഈ ഡേഞ്ചറസ് ആയിട്ടുള്ള ആനിമൽസിനെ പിടിച്ച് കേരളത്തിൽ കൊണ്ടുവരുന്നതിനുള്ള ആരോപണം കൂടി നിലനിൽക്കുന്നുണ്ട്. ഈ ഇതിനെ ട്രാങ്കുലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആധുനികമായ ഉപകരണമൊന്നും വനംവകുപ്പിന്റെ കയ്യിലില്ല. ഇതിനടക്കം മറ്റേ ബെൽറ്റ് കോളർ പോലുണ്ട്. കോളറൊക്കെ നമ്മൾ കടം വാങ്ങേണ്ട സ്ഥിതിയുള്ളത്. അപ്പം ഈ കാര്യങ്ങളെല്ലാം തന്നെ വനംവകുപ്പ് ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. കാട് താങ്ങാവുന്ന കടുവകളുള്ള പ്രദേശമാണ് വയനാട്. അതുകൊണ്ട് തന്നെ കേന്ദ്രവുമായി സഹകരിച്ചുകൊണ്ട് ഈ കടുവകളെ കടുവ കുറഞ്ഞ പ്രദേശങ്ങളിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു പദ്ധതി തയ്യാറാക്കണം. കേന്ദ്ര ഗവൺമെന്റിനും കൂടി സഹായം ആവശ്യമാണ്. എങ്കിൽ മാത്രമേ ഇതിനൊരു പിന്നെ പരിഹാരം കാണാൻ സാധിക്കുള്ളൂ. കാരണം കടുവ എന്ന് പറയുന്ന ഒരു ഒറ്റപ്പെട്ട് ജീവിക്കുന്ന മൃഗമാണ്. ടെറിട്ടോറിയലാണ് എല്ലാ മൃഗങ്ങളും. 25 സ്ക്വയർ കിലോമീറ്റർ വെച്ചപ്പോൾ 150 ഏകദേശം 3000 സ്ക്വയർ കിലോമീറ്റർ വനം വേണം. അത് വയനാട്ടിലില്ല. അതിന്റെ 10% ഉള്ളൂ. അതുകൊണ്ട് ഇപ്പൊ പണ്ടൊക്കെ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ വയസ്സായ കടുവകളാണ് നാട്ടിലിറങ്ങുക, അവർക്ക് ഹണ്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്. ഇപ്പൊ അതല്ല. ഇപ്പം പിന്നെ കടുവയും കടുവ കുഞ്ഞുങ്ങളെല്ലാം തന്നെ ഇറങ്ങുന്ന സ്ഥിതിയാണുള്ളത്. ഇപ്പൊ വയനാട്ടിലെ 26 പിന്നെ തദ്ദേശ സ്ഥാപനങ്ങൾ 20 എണ്ണത്തിലും വന്യമൃഗ ശല്യമുണ്ടെന്നുള്ളതാണ് വസ്തുത. ഇപ്പൊ നൂതന സാങ്കേതിക ഉപയോഗിച്ചുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഏജൻസിനെല്ലാം തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതിനൊരു ലോങ് ടേം ആയിട്ടുള്ള പരിഹാരം എങ്ങനെ കാണുന്നതിനെ കുറിച്ച് വളരെ അടിയന്തരമായി ആലോചിക്കണം. അത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വലിയ ഭവിഷ്യത്തായിരിക്കും ഉണ്ടാവുക വരും കാലങ്ങളിൽ. ഇത്രയാണ് എനിക്ക് പറയാൻ.